உலகம் காண்க ஆரோமல் சிறியாள் பாலே நறுமொழி நிற நிறையுமீ அகமே ചിറകാർന്നോരുണ്മതൻ വെൺപ്രാവുകൾ ചാരേ നിൻ ചുവടോർമകൾ ചായം പകരുന്നുവോ മാൻമിഴി റിമോ എന്നെ വിളിക്കാനാണോ?
അടിപൊളി. ഹായ് ഓൾ. അപ്പോ നമ്മളെല്ലാരും ഹരിതയുടെ കല്യാണത്തിന് മുന്നായിട്ടുള്ള മെഹന്തി അതുപോലെ തന്നെ ഹൽദി ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഹരിതയുടെയും ഫാമിലിയുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരു വലിയ വെൽക്കം. എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. ഒന്ന് കൈയടിക്കോ? ഒരു സന്തോഷമുള്ള നിമിഷമല്ലേ? ഹരിതയുടെ കല്യാണമാണ്. ഹരിതയുടെ ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നെയ്ബേഴ്സ് ഉണ്ട്. എല്ലാവരും ഒന്ന് ചിരിച്ച് ഒന്ന് കൈയടിക്കോ ഹരിതയ്ക്ക് വേണ്ടി? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ, ഇന്നത്തെ ഈവനിങ്ങിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളാണ് ഹരിത. അപ്പൊ നമ്മൾ ഇവിടുത്തെ പരിപാടി തുടങ്ങണമെങ്കിൽ ഹരിത ഈ സ്റ്റേജിലല്ലാതെ ഒന്നും നടക്കത്തില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഹരിതനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ബിഫോർ ദാറ്റ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഹരിതയുടെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. സോ ഐ എം സോ ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഹരിതയുടെ ഈ പരിപാടിക്ക് ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റുന്നതിൽ. അപ്പം ഹരിതനെ ഞാൻ വെൽക്കം ചെയ്യാണ്. എല്ലാവരും ഒന്ന് നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ഹരിത ടു ദി സ്റ്റേജ്. വെൽക്കം ടു മർണകിനർ ട്രപ്പി സുന്ദരി മുത്തിരി മാസ്റ്റർ കിസിലെ ഹരിതയുടെ കസിൻസും കൂടെ ആദ്യം ഈ സ്റ്റേജിൽ ഒന്ന് ഒരു ഉന്മേഷം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്താണ്. എല്ലാവരും ഒന്ന് ചിരിച്ചൊന്ന് കൈയടിക്കോ? നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ആഘോഷമാക്കണ്ടേ? ഫോട്ടോ കിട്ടിയാ പോരെ?
ജനറേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഹരിതയുടെ കസിൻസ് നമ്മുടെ യങ് ജനറേഷൻ ആണോ അതോ ഹരിതയുടെ അമ്മായിമാരാണോ സൂപ്പർ ഡാൻസേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ സോ അടുത്ത പെർഫോമൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് കൈയടിക്കോ? നമ്മള് ഇങ്ങനെ മുതിർന്നവര് സ്റ്റേജിലേക്ക് വരുമ്പോൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പം ദിവ്യ അമ്മായിയും ശോഭ അമ്മായിയും ചേർന്ന് സുധ അമ്മായിയും ചേർന്ന് ഹരിതയ്ക്ക് വേണ്ടി ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ്, ഒരു തട്ട് തകർപ്പൻ പെർഫോമൻസ് ആയിരിക്കും. സോ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് വൺസ് അഗൈൻ. മടിച്ച് പാണ്ടിയ പടക്കേറി വാ അടമീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം അടമീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം തങ്കമാന സംഘകാല തമിഴ് പാടി തേരിലേറി താളം തുള്ളാൻ അടിയമ്മാടിയേ പടക്ക് തുഴഞ്ഞ പടക്ക പഠിച്ച് പാണ്ടിയ പടക്കേറി വാ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ യങ് ജനറേഷനും കുഴപ്പമില്ല, മുതിർന്നവരും കുഴപ്പമില്ല, ഒരു രക്ഷയില്ല. പവർ പാക്ക് പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടി ഒന്നും കൂടെ പ്ലീസ് മേക്ക് സം നോയ്സ്. സോ അപ്പൊ നമ്മളിപ്പോ കുറച്ച് എനർജി ആയി, പവർ ഒക്കെ വന്നു. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹരിത നാളെ ഈ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്കും വേറൊരു നാട്ടിലേക്കും പറിച്ച് മാറ്റപ്പെടുകയാണ്. അപ്പൊ അതിനു മുന്നേ ഒരു ചെറിയ ഇമോഷണൽ ടച്ച് ഉള്ള ഒരു ചെറിയ സർപ്രൈസ് എലമെന്റ് ഇവിടെ ഉണ്ട്. എന്താന്ന് വെച്ചാ ഞാൻ ഇപ്പൊ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോകുന്നത് ഹരിതനെ വളർത്തി വലുതാക്കി നല്ലൊരു കുട്ടിയാക്കിയ ഹരിതയുടെ അച്ഛനും അമ്മയും, അതുപോലെ ഹരിതയുടെ എല്ലാ കാര്യത്തിലും ചെറുപ്പം മുതൽ അവർക്ക് കൂട്ടു നിന്നിട്ടുള്ള അവരുടെ അനിയനും. ഇപ്പൊ ഇവരെ മൂന്നിനെ നമുക്കൊന്ന് സ്റ്റേജിലേക്ക് വിളിക്കാം. ഹരിതയുടെ ഒപ്പം ഇവരില്ലാതെ എന്താ ആഘോഷം അല്ലേ? അപ്പൊ കണ്ണൻ എന്താ പറയാനുള്ളത് ചോദിക്കാം. അച്ഛനും അമ്മയ്ക്ക് എന്താ തോന്നുന്നേ? ഇപ്പം ഹരിത എങ്ങനെ ഒരു കൊച്ചായിരുന്നു? അവർക്ക് അവർ പറയുന്നൊക്കെ അനുസരിക്കോ അതോ ഇച്ചിരി തലതെറിച്ച കുട്ടിയായിരുന്നോ? നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ? അപ്പൊ ആദ്യം ആരോട് ചോദിക്കണം? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ണനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അച്ഛനും അമ്മയ്ക്ക് നമുക്ക് ഇച്ചിരി ചിന്തിക്കാൻ സമയം കൊടുക്കാം. അപ്പൊ കണ്ണന് ഹരിത ചേച്ചി നാളെ കല്യാണം കഴിച്ചു പോവാം. അപ്പൊ കണ്ണൻ എന്താ പറയാനുള്ളത്? കരയുണ്ട, കാര്യം പറഞ്ഞു കേട്ടോ. എന്റെ ചേച്ചി എന്ന് പറയുമ്പോ എനിക്ക് എന്റെ ജീവനാണ്. എന്റെ ചേച്ചിയാണ് എന്നെ എപ്പോഴും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തത്. വേറെ അച്ഛനും അമ്മയൊക്കെ ചീത്ത പറയുമ്പോഴും ചേച്ചി എന്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. അതിൽ വേറെ ഒന്നും പറയാനില്ല. എവിടെയൊക്കെയാണ് സപ്പോർട്ടായിട്ട് എന്റെ എപ്പോഴും കൂടെ ഉണ്ടാവുന്നതാണ് എന്റെ ചേച്ചി. അത്രേ ഉള്ളൂ. അപ്പൊ ഇനിയും നമുക്ക് ഒരു കണ്ണൻ പറയുന്നത് കേട്ടു. അപ്പൊ ഇനി ഒരു ലേഡി ആയിക്കോട്ടെ, നമുക്ക് അമ്മ എന്താ പറയാനുള്ളത് കേൾക്കാം അല്ലേ? പാൻഡി പറഞ്ഞോ. അത് പറഞ്ഞു പറയിച്ചാണ്
എല്ലാ കുറുമ്പുകളും ഒക്കെ മിസ്സാവും. അതെ, ദൂരത്തോട്ടൊന്നും അല്ലല്ലോ, അടുത്തന്നെയല്ലേ. ഹരിത എപ്പോഴും വരും. അപ്പൊ ആന്റിക്ക് മിസ്സാവില്ല. പിന്നെ അങ്കിളിനോട് കൂടെ ചോദിക്കാം നമുക്ക്. എനിക്കിപ്പോ ഹരിത പോണേല് വളരെ സങ്കടമുണ്ട്. എന്നാലും പോണേല് സന്തോഷിക്കാൻ ഇനി കണ്ണനും കൂടി വേഗം പോയി കിട്ടി കണ്ടാൽ തന്നല്ലാതെ ഇരിക്കാനോ അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പൊ ഇവരിവിടെ നിൽക്കുന്നത് ഉള്ളില് എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. അച്ഛനും അമ്മയ്ക്കും ഏറ്റവും സങ്കടമുള്ള ഒരു ദിവസമാണ്. മകളുടെ കല്യാണം എല്ലാവർക്കും സന്തോഷമുണ്ട്. പക്ഷെ വേറൊരു വീട്ടിലേക്ക് മോള്, നമ്മുടെ സ്വന്തമായിരുന്ന മോള് പോവാണ്. അത്രയും സങ്കടം അവരുടെ ഉള്ളിലുണ്ട്. എന്നാലും ദിസ് ഇസ് എ വണ്ടർഫുൾ ഫാമിലി. അവർ അത്രയും ഹാപ്പി ആയിട്ട് ചിൽപ്പിൽ മോഡലാണ് അവരുടെ മോക്ക് വേണ്ടി സംസാരിച്ചത്. അപ്പൊ താങ്ക് യു അങ്കിൾ, താങ്ക് യു ആന്റി, താങ്ക് യു അങ്കിൾ. ഇനി അടുത്ത പെർഫോമൻസിന് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഗെയിം കളിച്ചാലോ? ഒരു ചെറിയ ഗെയിം കളിക്കാം. സുധമ്മയുടെ അപ്പൊ എത്ര പേരായി? കളിക്കുന്നവരൊന്ന് കൈവക്കോ? ഓക്കെ ഓക്കെ, കളി ഭയങ്കര സിമ്പിൾ. സുധമ്മയും കൂടെ വരുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് 7 പേരാവും. ഓക്കെ, നിങ്ങളൊന്ന് വട്ടത്തിൽ നിന്നോ. ഫസ്റ്റ് റൗണ്ട് നമ്മുടെ കസേരകളിയാണ്. ഈ കസേരകളിയുടെ ഇടയ്ക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് മ്യൂസിക് ഒക്കെ അവിടെ നടക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സാധനം പറയും. ആ സാധനം എവിടെന്നെങ്കിലും അവർ തപ്പി കണ്ടുപിടിച്ചോണ്ട് വരണം. വരുമ്പോ ഇവിടുന്ന് ഒരു കസേര പോവും. അപ്പൊ ഈ പറയുന്ന സാധനം ആദ്യം കൊണ്ടുവരുന്നവർക്കേ കസേര കിട്ടത്തുള്ളൂ. അപ്പൊ ഓക്കെ ആണോ എല്ലാരും? ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ അതിനു മുമ്പ് ഒന്ന് വട്ടത്തിൽ നിന്നോളൂ. Can I have the music please? Music please. Music. Stop please. നിങ്ങൾക്ക് കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം. Okay. So ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. So thank you. ഔട്ട് ആവുന്ന ഒരിക്കലും കോൺഫിഡന്റ് ലക്ഷണമല്ല. പ്ലീസ് ഗീവ് ഹർ എ ബിഗ് ഹാൻഡ്. അപ്പൊ ഇവിടെ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വരേണ്ട ആദ്യത്തെ ഐറ്റം ഒരു 100 രൂപയുടെ നോട്ടാണ്. മാമധുര അന്നക്കൊടി മാമദിനി അന്നരടി മരുത മെച്ചു അന്നക്കൊടി മാമദിനി നല്ല കുത്ത് അടി കേട്ടോ. 5 കണ്ടസ്റ്റൻസും 4 ചെയറും. അപ്പൊ എനിക്ക് അടുത്തതായിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ട ഐറ്റം ഭയങ്കര സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞു തീർന്നിട്ട് ഓടാവുള്ളൂ. ഞാൻ പറയുന്നത് റോങ് ഐറ്റം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് വേണ്ടത് ഒരു മൊബൈൽ ഫോൺ ആണ്. സ്മാർട്ട് ഫോൺ ആയിരിക്കണം. പറഞ്ഞു തീർന്നില്ല. ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കണം. ബ്രാൻഡ് റെഡ്മി ആയിരിക്കണം. നോട്ട് റെഡ്മി, റെഡ്മിയുടെ ഒരു നമ്മുടെ ഹരിതയുടെ കസിനാണ് ശ്രുതി. അപ്പം ശ്രുതിയും ഈ ഗെയിമിൽ പകുതി വെച്ച് നിർത്താണ്. അപ്പൊ ഇത്രയും നേരം കളിച്ചു. ഗീവ് എ ഹാൻഡ്, ഒരു കൈയടി. ഓക്കെ, അപ്പൊ നമ്മുടെ മത്സരം കുറച്ചും കൂടെ ഹാർഡായിട്ടുണ്ട്. അപ്പം അടുത്തൊക്കെ നമുക്കൊരു ഇച്ചിരി ടഫ് ആയിട്ട് ആക്കാം അല്ലേ? അപ്പം നമുക്കിനി ഒരു ടഫ് ആയിട്ടാണ്. ഇച്ചിരി ടഫാണ്. പക്ഷെ എന്നാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയൊക്കെ കയ്യിൽ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് വേണ്ടത് ഒരു ലിപ്സ്റ്റിക് ആണ്. ഏത് കളറും ആവാം, ഏത് ബ്രാൻഡും ആകാം. അകത്ത് പോകാം, പുറത്ത് തരാം. ഒരു ലിപ്സ്റ്റിക്.
നമുക്ക് വിന്നറിനെ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് നമ്മുടെ സ്റ്റേജിൽ എന്റെ കൂട്ടത്തിൽ ഹരിതയും കൂടെ വേണം. ഹരിത, can you please come? Okay, so ഹരിത നമ്മുടെ ബ്രൈഡ് ആണ്. സോ ഫൈനൽ കണ്ടസ്റ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. നിങ്ങൾക്കുള്ള ഐറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹരിത ചേച്ചി നാളെ കല്യാണം കഴിഞ്ഞ് പോകുന്നു. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഹരിതയ്ക്ക് ഇച്ചിരി മധുരം കൊടുക്കാം. അപ്പൊ നിങ്ങള് സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും, ഫ്രൂട്ട്സ് വേണ്ട, ഇപ്പൊ ലഡുവോ ജിലേബിയോ അങ്ങനെ എന്തെങ്കിലും, മിഠായി ആണെങ്കിലും കുഴപ്പമില്ല, ചോക്ലേറ്റ്, ആദ്യം എന്തെങ്കിലും സ്വീറ്റ് ഐറ്റം കൊണ്ടുവന്ന് ഹരിതയ്ക്ക് കൊടുക്കുന്ന ആളായിരിക്കും ഇതിലെ വിന്നർ. അപ്പൊ ഹരിതയുടെ കൂട്ടത്തില് ഇന്ന് നമ്മുടെ സ്റ്റാർസ് ആയിട്ടുള്ള രണ്ട് പേരാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും വിചാരിക്കുന്നു. കൈയടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. കാവ്യയും കാവ്യയുടെ അമ്മയാണ് അടുത്ത ഡാൻസേഴ്സ്. പോവാണ്. അപ്പൊ ഒരു അടിപൊളി പെർഫോമൻസ് ആയിട്ട് നമ്മുടെ ഹരിതയുടെ ബാംഗ്ലൂർ ആക്സെഞ്ച് എന്ന് പറയുന്ന കമ്പനിയിൽ ഹരിതയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഹരിതയുടെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഓളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ടീം സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങളാണ് ഇവിടെ ഓളം ഉണ്ടാക്കേണ്ടത്. സോ നിങ്ങൾ എല്ലാവരും ഒരു കൈയടി കൊടുക്കോ ഹരിതയുടെ ഫ്രണ്ട്സ് ഓൺ ദി സ്റ്റേജ്. Hey, I think about it every day. Baby looking like Hana Kazana on a play. Hey, like a tight, like Kulfi or Smalai. Bitch, I'm on feet, saying yeah, we do it all with your jelly. Hey, baby, let me see it. Just wanna eat it. Baby, let me see it.
ഫ്രണ്ട്സിന്റെ എല്ലാം പേരിൽ താങ്ക് യു സോ മച്ച്. झमाझम नाच आजे धमाधम ढोल बाजे नॉन स्टॉप हल्ला मचेगा ओए नाचो सारे अपनी फेमस है रात वाली यारियां जाले सारा जहां बेथलपुर मां सुन ले ओ छोरियां झूमे नगरियां जब जब ये घूमे कमर यार तारी कमरिया कमर यार तारी कमरिया बेथलपुर मां सुन ले ओ छोरियां झूमे नगरियां जब जब ये घूमे कमर यार तारी कमरिया कमर यार तारी कमरिया. सूरत से सीधा अहमदाबाद आया खेलने के लिए संग डांडिया भी लाया. Tell me baby girl what is your name छे पहली नजर में हो गया है तुमसे प्रेम छे. फंकी फीलिंग है क्यों होना जज्बाती जज्बाती क्यों होना जज्बाती. छोरे स्वाग वाले छोरियां है नखराती नखराती नखरे दिखाती. हाँ एक बस यही बात बोले रिपीट पे हम जैसा कोई कहा बेथलपुर मां सुन ले ओ छोरियां झूमे नगरियां जब जब ये घूमे कमर यार तारी कमरिया कमर यार तारी कमरिया बेथलपुर मां पावो वाग्यो ने मारो सूतो सुनीडो जाग्यो जवान लाल भम्मरिया रे लाल भम्मरिया भम्मरिया रे लाल भम्मरिया. நிலை பெயராது சிலை போலவே நின்று நிலை பெயராது എവിടെ അമ്മ എവിടെ? അമ്മ സുന്ദരിയായിട്ടുണ്ട് അമ്മ. ശരിക്കും നല്ല ഭംഗി. അമ്മ ഡ്രസ് എടുത്തോ അമ്മ ഡ്രസ് എടുത്തോ? നോക്കിയോ? ഒന്നും കൂടി നോക്കിയോ അതിന്റെ ഉള്ളിലെല്ലാം ഉണ്ടോ? അമ്മ വീഡിയോക്ക് അഭിനയിക്കണം. ஆயுதே கண்ணாயின் மனமதில் அலை பாயுதே ஆனந்த மோகன வேணுகானமதில் அலை பாயுதே கண்ணாயின் மனமலை பாயுதே உன்னானந்த மோகன வேணுகானமதில் அலை பாயுதே. सीता कल्याण वैभोगमे राम कल्याण वैभोगमे
എക്സൈറ്റഡ് ആണോ? അല്ല. അല്ലേ? അതെ. ജ്വലിക്ക കോലം എഴുതി മംഗള വാഴ്ത്ത് சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே வாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர மாலை மஞ்சள் மந்திர ஒலியில் கண்ணுக்கு நிறைஞ்ச கல்யாணம் செல்ல கிளி தானும் மெல்ல
Thank you.